നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫ്ലാക്സീഡ്സ് അല്ലെങ്കിൽ ചെറുചണവിത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഹെയർ കെയറിലും അതുപോലെ സ്കിൻ കെയറിലും ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പരിചയപ്പെട്ടതാണ്. പക്ഷേ ഇത് ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഗുണങ്ങളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് ബ്യൂട്ടി ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് കൊണ്ട് ലിഗ്നൻസ് എന്നുള്ള ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈസ്ട്രോജൻ ലെവലിൽ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇല്ലാതാക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നല്ല ഒരു ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വിത്ത് കൂടെ ആയതിനാൽ ഇത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ സുഖകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയെന്നുള്ളൊരു സംശയം വരാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗം, നമ്മളിതിന് മുൻപൊരു ബയോട്ടിൻ പൗഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ മറ്റെന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള നട്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മുൻപ് പരിചയപ്പെട്ടിട്ടുള്ള മില്ലറ്റ്സിൻ്റെ കൂടെയോ ഒക്കെ തന്നെ ചെറുതായിട്ട് ആഡ് ചെയ്തിട്ട് വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഈ ഒരു ചെറുചണവിത്ത് മാത്രം എടുത്തിട്ട് നന്നായിട്ട് ക്ലീനാക്കി ഉണക്കി വറുത്ത് പൊടിച്ച് നമുക്ക് വെക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഇത് മാത്രമാകുമ്പോൾ കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മറ്റുള്ളതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെയൊരു ഗുണം കൂടെ ഉണ്ട്. അപ്പം ഇത് ഈ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പൊടി നമുക്ക് അതിന് മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ വിതറി കൊടുത്തിട്ട് അതങ്ങനെ കഴിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് സാലഡ്സ് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ആ ഒരു സാലഡ്സിലും ഇതുപോലെ നമുക്ക് ഈ ഫ്ലാക്സ് സീഡ്സിൻ്റെ പൗഡർ ഒന്ന് വിതറി കൊടുത്ത് ആ രീതിയിലും കഴിക്കാം. അങ്ങനെ പല രീതിയിൽ ഇത് ഉള്ളിലേക്ക് കഴിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇനി ഇതിൽ നന്നായിട്ട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് വളരെ ഗുണം തരുന്ന ഒന്നാണ്. ആൻറ്റി ഓക്സിഡൻസിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനമൊക്കെ കുറയ്ക്കുന്നത് കാരണം സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുപാട് ഡാമേജുകളുണ്ട്. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അല്ലെങ്കിൽ UV റേസിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, സൺലൈറ്റ് ഏറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ നമുക്കത് ഉപയോഗിക്കാം. ഇനി അത് മാത്രമല്ല ഹെയറിലേക്കായാലും സ്കിന്നിലേക്കായാലും ഇത് തിളപ്പിച്ച് അതിൻ്റെ ജെൽ ഫോമിലാക്കിയിട്ട് ഉപയോഗിക്കുന്നത് സ്കിന്നൊക്കെ വളരെ നല്ല സ്മൂത്താക്കിയിരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചുളിവുകൾ കാണപ്പെടുന്നത്. കൂടുതൽ നമ്മൾ വെള്ളത്തിലോ സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് മാത്രമല്ല ഒരു ഏജ് കഴിഞ്ഞാൽ സ്കിന്നിൽ ആ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് സ്കിന്നിൽ സാധാരണയായിട്ട് ചുളിവുകൾ വരാറുണ്ട്. പക്ഷേ എങ്കിലും അത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് കുറച്ച് നിർത്താൻ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫ്ലാക്സീഡ് ജെല്ല്. മുഖത്തായാലും കയ്യിലായാലും കാലിലും ഒക്കെ തന്നെ ചുളിവുകൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അധികം നമുക്ക് ചിലവില്ലാത്തൊരു പണിയാണ്, പിന്നെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ജെല്ല് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഇത് സ്കിന്നിലേക്ക് ഈ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ സ്കാൽപ്പിനെ നന്നായിട്ടൊന്ന് വെറ്റാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഈർപ്പത്തോടെ നിലനിർത്താൻ ഡ്രൈ സ്കാൽപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല നമുക്ക് മുടി സ്ട്രെയിറ്റൻ ചെയ്ത പോലെ, അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ഈ ഒരു ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിന് മുടി സ്ട്രെയിറ്റൻ ചെയ്ത പോലെ ആവും എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വിത്ത് കൂടെയാണ് ഈ ഒരു ചെറുചണ വിത്ത് എന്നുള്ളത്. അപ്പോൾ ദിവസേന നമ്മൾ ഇതിൻ്റെ ഒരു ജെല്ല് ഉണ്ടാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും. മുടി കൊഴിച്ചിൽ അകറ്റാൻ നല്ലതാണ്. അതുപോലെ മുടി നല്ലൊരു സിൽക്കി ആയിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും ഒക്കെ നിലനിർത്താൻ സഹായിക്കും. അത് ഒരു കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് ഒരു ജെൽ ഫോമിലാക്കിയിട്ട് മറ്റുള്ള കുറച്ച് ചേരുവകളും കൂടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളൂടെ ചേർത്തിട്ട് നമ്മൾ ഹെയർ ജെല്ല് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ നല്ല വ്യത്യാസം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഉപയോഗിച്ചിട്ട് വളരെ നല്ലൊരു മാറ്റം കണ്ടിട്ടുള്ളൊരു ജെല്ലാണത്. അപ്പം നമ്മൾ പുറമേ നിന്നൊന്നും കെമിക്കൽസ് ഒന്നും വാങ്ങി ഉപയോഗിക്കുന്നതിൽ എപ്പോഴും നല്ലത് വീട്ടിൽ കിട്ടുന്ന കുറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അല്പസമയം കണ്ടെത്തി ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു ജെല്ല് സ്ഥിരമായിട്ട് എന്നുള്ള പോലെ അല്ലെങ്കിൽ ഒരു ആഴ്ച ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് സാധാരണ അപ്ലൈ ചെയ്യുന്ന താളിയോ ഒക്കെ ഉപയോഗിക്കാം. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ജെല്ല് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്.
അപ്പോൾ ഈ ഒരു ഫ്ലാക്സീഡ് ജെൽ എന്ന് പറയുന്നത് ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഉള്ളിലേക്ക് കഴിക്കേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായി. മാക്സിമം ഒരു 2 സ്പൂൺ വീതമൊക്കെ കഴിച്ചാൽ മതി. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് ദഹനം നന്നായിട്ട് നടത്താനും അല്ലെങ്കിൽ വയറുവേദന പോലുള്ള ദഹന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സഹായിക്കുന്നുണ്ട്, മലബന്ധം കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടുതലായിട്ടുള്ള അളവിൽ കഴിച്ചാൽ അത് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലിനോലോനിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ലാതെ ഉപയോഗിക്കാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിത് ഉള്ളിലേക്ക് കഴിക്കുന്നത്. മുൻപ് പറഞ്ഞിട്ടുള്ള ബയോട്ടിൻ പൗഡർ തയ്യാറാക്കുമ്പോൾ അതിലല്പം കൂടെ ഈ ഒരു ഫ്ലാക്സ് സീഡ്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട്. ഫ്ലാക്സ് സീഡ്സിൻ്റെ ഉപയോഗം പലപ്പോഴും തന്നെ കാർഡിയോവാസ്കുലർ അസുഖങ്ങളുള്ളവർക്കൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഡയബറ്റിക് പേഷ്യൻസിലും ഒക്കെ തന്നെ വളരെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആർത്തവ വിരാമം എടുത്തിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് കൂടുക എന്നുള്ളൊരു പ്രശ്നം, ഹോട്ട് ഫ്ലാഷസ്. ഇത്തരം സിംറ്റംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഈസ്ട്രജൻ ലെവൽ നോർമൽ ലെവലിലേക്ക് ആക്കി വരുത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.